ഇനി നാടൻ രീതിയിൽ വെറൈറ്റി ആയിട്ട് മീൻകറി വെച്ചല്ലോ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിന്റെ ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മസാല ഐറ്റംസ് എല്ലാം അങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പൊ ഇത് വൃത്തിയാക്കിയതാ നമുക്ക് അരിയാം കേട്ടോ. ചെറുതായിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് അരിഞ്ഞ് എല്ലാം എടുക്കുക കേട്ടോ. അപ്പൊ നമുക്കത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ ചിരകാനായിട്ട് പോവാം. അപ്പൊ ബാക്കിയുള്ള എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തേങ്ങ എടുത്താൽ ചിരികാം. ആവശ്യത്തിന് മാത്രം കേട്ടോ തേങ്ങ ചിരികെ എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള മസാല എല്ലാം ഇങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ. നമുക്ക് മസാല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട്. അതിന് വേണ്ടി എല്ലാ മസാലയും ഇങ്ങോട്ട് നീക്കി വെക്കാണ്. അതിനൊക്കെ നമ്മൾ തേങ്ങ ചിരികതായിട്ട് ഇരിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ. ഒരു പിടി മതി. അപ്പൊ നമുക്കിതാ നമ്മളെ ചട്ടിയിലേക്ക് നമുക്കിതാ ഉലുവയാണ് കേട്ടോ, ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനൊക്കെ തന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്കിതാ മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉലുവപ്പൊടി ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു 1/4 സ്പൂൺ മതി. അതിനൊക്കെ തന്നെ മഞ്ഞപ്പൊടി ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. ഇപ്പൊ രണ്ടും 1/4 സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളെ മുളക് പൊടിയാണ്. ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്, ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കണക്കായിട്ട് നമുക്ക് അടുത്തത് നമ്മൾ സാധാ മുളക് പൊടിയാണ്. അപ്പൊ സാധാ മുളക് പൊടി നമുക്ക് എടുത്തിട്ട് അത് ഏകദേശം ഒരു 1/4 സ്പൂൺ കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം, ഈ എരിയുടെ ഇതനുസരിച്ച് നമുക്ക് മാറ്റാം. ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് കറി മസാലയാണ്. കറി മസാല നമുക്ക് ഒരു 1/4 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ. ഇപ്പോൾ ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തീ ഒന്ന് കത്തിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും വരിക, കാണുക കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലെ കിട്ടിയ വീഡിയോസിനായിട്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ള തേങ്ങയാണ്. തേങ്ങ ഞാൻ പറഞ്ഞു ഒരു പിടി തേങ്ങ മാത്രം ചിരികെ എടുത്താൽ മതി കേട്ടോ. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ തേങ്ങ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ. നമ്മളെ ഫ്രണ്ട്സിലേക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം എന്താ പറയുക, ഒരു പഴയ രീതിയിൽ നമ്മൾ ചെയ്തൊരു കറിയാണ്. അപ്പൊ ചട്ടി അവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇത്ര ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊട്ടുക കേട്ടോ. പൊട്ടിക്കുക അത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു നാടൻ രുചി ഇതിലേക്ക് വരുള്ളൂ കേട്ടോ. ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു ഇതള കേട്ടോ, അങ്ങ് പൊളിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്നും പൊക്കട്ടെ. അപ്പൊ നമുക്കത് ഇനി അടുത്തേക്ക് നമുക്കത് നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ സമയമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നീക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇട്ട് അതിനൊക്കെ തന്നെ പച്ചമുളക് കൂടെ നീക്കിയിട്ട് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അപ്പൊ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല കിടിലമായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പൊ ഇനി നമുക്കത് മൂപ്പിച്ചാൽ അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ. എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് തക്കാളി ഇരിപ്പുണ്ട്. അതിനൊക്കെ തന്നെ മീനിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ നമുക്ക് തേങ്ങയാണ്. മസാല അവിടെ നേരത്തെ ഉണ്ടാക്കി കാണിച്ചായിരുന്നു. ഇത് നമുക്ക് ചെറിയ ഉള്ളിയാണ്. അപ്പൊ ഇത്രയും ചെറിയ ഉള്ളി നമുക്കിത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന്റെ ബ്രൗൺ ഷെയ്ഡായി വരും കേട്ടോ. അതുവരെ ഒന്ന് ആക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഐറ്റംസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് എപ്പോഴും പറഞ്ഞ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പലവർക്കും പല അളവാണ്. നമ്മളൊരു അളവ് വെച്ച് പറഞ്ഞാൽ ഏകദേശം ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ അതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഉള്ളിയുടെ ഒരു നിറം ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് കേട്ടോ. അത് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തക്കാളിയാണ്. അപ്പൊ തക്കാളി കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ തക്കാളി കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അതിന്റെ വെള്ളം കൂടെ ഒന്ന് വരും കേട്ടോ. അപ്പൊ ഉപ്പിന്റെ കാര്യം നേരത്തെ പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനൊക്കെ ഇനി പുളിവെള്ളമാണ്. പുളിവെള്ളം നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി കൃത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസിന്റെ ഒരു 1/4 ഭാഗം പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ അതുമായിട്ടുള്ള ഈ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും മസാലയുമാണത്. അത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി നമ്മുടെ ചാനലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചാനലിലേക്ക് സമയം കിട്ടുമ്പോൾ പ്രശ്നം വരിക. തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം മതി. അത് ഒരു കുഴമ്പ് രൂപത്തിലേക്കായി മാറാനുള്ള ഒരു വെള്ളം മാത്രം ഉള്ളൂ. ഇനി നമുക്കത് കുറച്ച് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് അടിച്ചെടുക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതേ കണക്ക് തന്നെ ചെയ്താൽ മതിയാകും. അപ്പൊ അത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഈ ഒരു രീതിയിലേക്കായി മാറും കേട്ടോ. ഒരു കുഴമ്പ് പരുവത്തിലേക്കായി മാറും.
അപ്പൊ അത് നമുക്ക് എടുത്തത് ഇതിലേക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഒരു നാടൻ സ്റ്റൈലാണ്, പഴയ കാല സ്റ്റൈലാണ്, അമ്മമാരൊക്കെ ചെയ്ത സ്റ്റൈലാണ്. തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനൊക്കെ കമന്റ്സും കാര്യങ്ങളും പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അതൊന്ന് തിളയ്ക്കണം, നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ തിളപ്പിച്ച ശേഷം നമുക്കത് മീനിന്റെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ മീൻ നമുക്ക് അതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കത് അവിടെ മീൻ എടുത്തിട്ടുണ്ട്. അപ്പൊ മീൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് പാരയാണ്, അതിനങ്ങനെ കൊഴിയാളയാണ്, അതിനങ്ങനെ അയലയാണ്. 3 വെറൈറ്റി മീനുകൾ ഇതിൽ ഇരിപ്പുണ്ട്. അപ്പൊ 3 കൂടെ ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ കാണിക്കാൻ കാരണം ഏത് മീനും ഈ ഒരു മസാലയും കാര്യങ്ങളും സൂട്ടബിൾ ആണ് കേട്ടോ. കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വെറൈറ്റി മീൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്, കിഴിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എന്റെ റിസൾട്ടും കാര്യങ്ങളും പറയുക. ഓക്കെ, അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് അടി കൂട്ടി അത് ഇളക്കി കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിന്റെ കുക്കിംഗ് ടൈം 10 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അടച്ചു വെക്കാം. കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത്ര മാത്രമേ ഇനി വേണ്ടൂ. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മീൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പൊ കിട്ടില്ല മീൻ കറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അടുത്തൊരു കിട്ടില്ല വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.